ഓ, ഈ പയ്യൻ വളരെ ബ്രില്യന്റ് ആണല്ലോ. നല്ല ധൈര്യത്തോടൊപ്പം വളരെ ബുദ്ധിയുമുണ്ട് ഇവന്. പക്ഷെ ഇവൻ മൂന്നാമത്തെ ചലഞ്ചിൽ വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ? രുദ്ര കുറച്ചായിട്ട് അവന്റെ മാജിക്കൽ പവേഴ്സ് വീണ്ടെടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മെഡിറ്റേറ്റ് മതിയാക്ക. നിന്റെ ഈ കണ്ണുമടച്ചുകൊണ്ട് ചുമ്മാ ഇരിക്കുന്ന നാടകം. ഒരല്പസമയം കൂടി ലേറ്റ് ആയാൽ ആ രുദ്ര അവന്റെ മുഴുവൻ മാജിക് പവറും തിരിച്ചു സ്വന്തമാക്കും. ഇനിയിപ്പോ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ തീരൂ. മക്കുങ്ക അത്തരമൊരു മാജിക് ഞാൻ ചെയ്യുന്നു. മാജിക് നോളജ് ബുക്ക് എനിക്ക് പറഞ്ഞുതാ. ഞാൻ ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറയൂ. മാജിക് നോളജ് ബോൾ പറയൂ. എങ്ങനെയാണ് രുദ്രയുടെ മാജിക്കിന്റെ കവചം തകർക്കേണ്ടത്? പറയൂ. അത്തരമൊരു പവർഫുൾ ഷീൽഡ് ബ്രേക്കിംഗ് വെപ്പൺ എനിക്ക് എവിടെ നിന്നാണ് കിട്ടുക? പറയൂ മാജിക് ബോൾ, പറയൂ. അപ്പോ അത് രുദ്രയുടെ പാലസിൽ തന്നെ ഉണ്ടല്ലേ? രുദ്രയുടെ മാജിക്കൽ ഷീൽഡിനെ തകർക്കാൻ മാത്രം ശക്തിയുള്ള ആ മാജിക്കൽ സ്വോർഡ്. സങ് സിറ്റി മക്കുങ്ക ഇതാ വരുന്നു നിന്റെ സങ് സെറ്റ് ചെയ്യാൻ വേണ്ടി. അയ്യോ ഇല്ല, മക്കുങ്ക രുദ്രയുടെ സിറ്റിയിലേക്ക് പോവുകയാണ്. അവൻ ആ സ്വാഡ് കിട്ടുകയാണെങ്കിൽ പിന്നെ എല്ലാം നശിക്കുന്നതാണ്. ഇപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്തേ തീരൂ. ഈ മാജിക്കൽ സ്ക്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം രുദ്രയെ ഇൻഫോം ചെയ്യാൻ പറ്റും. മക്കുങ്ക നിന്റെ മാജിക്കിന്റെ ഷീൽഡ് നശിപ്പിക്കാൻ വേണ്ടി സൺസിറ്റി വരെ പോവുകയാണ്. ഒരുപക്ഷെ അവനെ സ്വാഡ് കിട്ടിയാൽ നിന്റെ മാജിക് എല്ലാം അവസാനിക്കും. പിന്നെ മങ്കി ഐലൻഡിന്റെ കാര്യം വിട്ടേക്ക്, നമ്മളെ സൺസിറ്റി കൈവിട്ടു പോവും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കൂട്ടുകാരെ. അവസാനത്തെ ഒരു ചാലഞ്ച് മാത്രമാ ബാക്കി. അതിനുശേഷം എന്റെ മാജിക് മുഴുവൻ എനിക്ക് കിട്ടും. അതിനുശേഷം മക്കുങ്കയ്ക്കും പണ്ടറാങ്കയ്ക്കും എന്നെ ഒരു ചൂക്കും ചെയ്യാൻ കഴിയില്ല. അത് സംഗതി കൊള്ളാലോ. ഈ ചലഞ്ച് വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു. ഇതിപ്പോ നമുക്ക് നേരെ അങ്ങ് പോയാ മതി. ബെസ്റ്റ് ഓഫ് ലക്ക് രുദ്ര. രുദ്ര, അവസാനത്തെ ചലഞ്ച് നീ തനിയെ വേണം ഫേസ് ചെയ്യാൻ. നിനക്കുള്ള സമയം ഒരു മിനിറ്റ് മാത്രമാണ്. എന്റെ അടുത്തേക്ക് വന്നേക്ക്. 2 മാജിക്കൽ സ്റ്റോൺസും എനിക്ക് തന്നിട്ട് നിന്റെ എല്ലാ പവേഴ്സും നീ തിരിച്ചെടുത്തോ. അല്ലെങ്കിൽ നീ ചെയ്യാൻ താമസിച്ചാൽ ഞാൻ നിരന്തരമായിട്ട് അപ്രത്യക്ഷമാവും. പിന്നെ നിന്റെ എല്ലാ മാജിക്കൽ പവേഴ്സും ഇപ്പൊ എന്റെ കയ്യിലുള്ളതും നീ ഒരുപാട് കാലം ചെയ്തതും അതെല്ലാം നിരന്തരമായി നിന്നെ വിട്ട് പിരിഞ്ഞു പോവും. Your time starts now. രുദ്രയുടെ മാജിക് ആർക്കും തട്ടിപ്പറക്കാൻ കഴിയില്ല. എനിക്കറിയാം മാജിക്കൽ ദാദാ, ഇവിടെ എന്തോ സംഭവിക്കാൻ പോവാണ്. ഈ ചാലഞ്ച് അത്രയും എളുപ്പമാകാൻ സാധ്യതയില്ല. എനിക്ക് കാര്യം അറിയായിരുന്നോ? രുദ്ര, ഒരുപക്ഷെ നിന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ നീ അങ്ങോട്ട് പോയാൽ നിന്റെ മാജിക്കൽ പവേഴ്സ് നിരന്തരമായിട്ട് നഷ്ടപ്പെടും. നിനക്ക് മനസ്സിലായോ? രുദ്ര അവന്റെ മാജിക് എപ്പോഴും മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതാർക്കെങ്കിലും പരിക്കേൽക്കാൻ വഴിയൊഴുക്കുവാണെങ്കിൽ ആ മാജിക്കിന്റെ ആവശ്യം എനിക്കൊട്ടുമില്ല. നീ ആലോചിക്കേ, നീ നിരന്തരമായി മാജിക് ലെസ് ആയി പോവും. പേടിക്കണ്ട ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ അനുവദിക്കില്ല.
നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഞങ്ങള് ഓക്കെയാണ് രുദ്ര. പക്ഷെ നിന്റെ മാജിക് നിന്നെ ചാലഞ്ച് ചെയ്ത് തോറ്റുപോയി. കുഴപ്പമില്ല കൂട്ടുകാരെ, എന്റെ മാജിക്കൽ പവേഴ്സ് തിരിച്ചു കിട്ടാൻ വേറെ എന്തെങ്കിലും വഴി കാണും. അതിന്റെ യാതൊരു ആവശ്യവുമില്ല രുദ്ര. നിന്നെക്കാളും ശക്തനായ മജീഷ്യൻ വേറെ ആരുമില്ല. ഇന്ന് വരെ ആരും ഒരു ചാലഞ്ച് പോലും ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷെ നീ 3 കടന്നുപോയിരിക്കുന്നു. ഞാൻ ജയിച്ചെന്നോ? പക്ഷെ എങ്ങനെ? അത് നിന്റെ നന്മ നിറഞ്ഞ മനസ്സിനെ ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമായിരുന്നു ഈ ചാലഞ്ചിന്റെ ലക്ഷ്യം. നീ നിന്നെയും നിന്റെ മാജിക്കിനെയുമാണോ സ്നേഹിക്കുന്നത്, അതോ നീ നിന്നെക്കാളും ഏറെ മറ്റുള്ളവരെ സഹായിക്കാനാണോ ഇഷ്ടപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നീ നിന്റെ മാജിക്കിനെക്കാളേറെ നിന്റെ കൂട്ടുകാരെയാണ് സെലക്ട് ചെയ്തത്. വെരി ഗുഡ്, സഭാഷ്. ഇത് സംഗതി പൊളിച്ചല്ലോ. രുദ്രയ്ക്ക് അവന്റെ മാജിക്ക് പഴയക്കാൾ ശക്തിയായി തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇപ്പൊ ഈ സ്വാഡ് എന്റെ കൈകളിൽ വന്നു ചേർന്നിരിക്കുന്നു. ഇനി ഞാൻ രുദ്രയുടെ മാജിക്കൽ പവേഴ്സ് സ്വന്തമാക്കുന്നത് ആർക്കും തന്നെ തടഞ്ഞു നിർത്താനാവില്ല. മക്കുങ്ക, അത്യാഗ്രഹം പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ചെയ്യണം. എന്നാലേ ഈ ഷീൽഡ് തകരുള്ളൂ. അല്ലെങ്കിൽ വാള് പൊട്ടി പീസ് പീസ് ആവും. എത്ര ശ്രമിച്ചിട്ടും ഇതെന്താ തകർക്കാൻ പറ്റാത്തത്? വേണ്ട വേണ്ട വേണ്ട. ആ രുദ്ര അവന്റെ പവേഴ്സ് എല്ലാം തിരിച്ചെടുത്തെന്നാ തോന്നുന്നത്. അവന്റെ കയ്യിലുള്ള പവേഴ്സ് എല്ലാം അടിച്ചു മാറ്റാൻ ഇത് ഒരു ചാൻസേ ഉള്ളൂ. രുദ്ര, എന്താ പറ്റിയേ? രുദ്രയ്ക്ക് അവന്റെ മാജിക് പവർ തിരിച്ചു കിട്ടിയല്ലോ. എന്നിട്ടും പൂർണ്ണമായിട്ട് അതില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ. ആരോ അവന്റെ ബാക്കിയുള്ള മാജിക് പവർ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇത് ഉറപ്പായിട്ടും ആ മക്കുങ്കയും പാണ്ഡ്രകയും ചെയ്തതായിരിക്കും. അവരെന്റെ മാജിക്കൽ ഷീൽഡ് തകർത്ത് കളഞ്ഞു. നമുക്ക് വേഗം സൺ സിറ്റി പോയി അവരെ തടയണം. രുദ്ര, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിനക്ക് മക്കുകയും പണ്ടങ്കയും തോൽപ്പിക്കാൻ കഴിയുമെന്ന്. നീ അവരെ തോൽപ്പിക്കുന്ന നിമിഷം തന്നെ നിനക്ക് നിന്റെ എല്ലാ മാജിക് പവറും തിരിച്ചു കിട്ടുന്നതായിരിക്കും. പോകൂ, ഈ വഴി നിങ്ങളെ നേരെ സൺ സിറ്റിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ബെസ്റ്റ് ഓഫ് ലക്ക് രുദ്ര. ബനുരംഗ, രുദ്രയുടെ മാജിക്കൽ പവേഴ്സ് ഇപ്പോ നമുക്കുള്ളിലാണുള്ളത്. എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമി പോലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുമെന്നാണ്. ഈ ഭൂമി ശരിക്കും എന്റെ താളത്തിനൊത്ത് തന്നെയാണ് തുള്ളുന്നത്. എന്റെ അകത്തും രുദ്രയുടെ പവേഴ്സ് ഫയർ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മെഡിറ്റേഷൻ അല്ല, ഡിസ്ട്രക്ഷൻ ആണ് ചെയ്യാൻ തോന്നുന്നത്.
ഇനി നമ്മൾ രുദ്രയെയും അവന്റെ സൺ സിറ്റിയെയും വെറുതെ വിടില്ല. ആദ്യം അവന്റെ ഈ പാലസ് നമ്മൾ തകർത്ത് തരിപ്പണമാക്കണം. പിന്നെ സൺ സിറ്റിയെ മൊത്തമായി നശിപ്പിക്കണം. രുദ്ര, മക്കുങ്കയും പണ്ട്രങ്കയും നിന്റെ മാജിക്കൽ പവേഴ്സ് തെറ്റായിട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കുന്നത്. പേടിക്കണം മൈറ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. Hibaiska water shieldo. രുദ്ര, ഒരു മിനിറ്റ് മക്കുങ്ക, ആദ്യം ഈ തീയെല്ലാം അണയാൻ സമയം താ. അവന്മാരുടെ കാര്യം ഇനി പോക്കാ. രുദ്ര വന്ന് ഒറ്റ ഇടിയിൽ അവന്മാർ രണ്ടുപേരെ തെറിപ്പിച്ചില്ലേ? രുദ്ര, നീ എന്തായാലും നേരെ ഇങ്ങോട്ടേക്ക് വന്നത് നന്നായി. ഇപ്പൊ ഞാൻ നിന്റെ സൺ സിറ്റിയോടൊപ്പം തന്നെ നിന്നെയും എൻഡ് ചെയ്യാൻ പോവുകയാണ്. മക്കുങ്ക, എന്റെ പവർ തന്നെ എടുത്തിട്ട് എന്നെ തന്നെ പഠിപ്പിക്കുവാണല്ലേ? രുദ്ര, നീ ഒരു ചെറിയ കുട്ടി മാത്രമാണ്. ഇത്രയ്ക്കും മാജിക് പിന്നെ അതിന്റെയൊക്കെ പവേഴ്സും എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയുക പോലുമില്ല. ഞാൻ നിനക്ക് കാണിച്ചു തരാം നിന്റെ പവേഴ്സ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്. Hibaiska wind creator. മക്കുങ്ക, രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. നിന്റെ മാജിക് ഇപ്പൊ ഞങ്ങളുടെ കയ്യിലാ ഉള്ളത് രുദ്ര. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമാണ്. എങ്കിലും എന്നാ പിടിച്ചോ. Hibaiska tornado starto. എനിക്ക് ഒരുപാട് ശക്തിയുടെ ആവശ്യമുണ്ട്. ഇതാകെ കുഴപ്പമെന്ന് തോന്നല്ലോ. ഈ വിദ്യകൾ നിൽക്കുന്നില്ല.
എന്തു പറ്റി മക്കുങ്ക പാണ്ഡ്രങ്ക? ഇപ്പോഴും രുദ്ര തറയിൽ തന്നെയാണ്, നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. പക്ഷെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ലല്ലേ? മക്കുങ്ക പാണ്ഡ്രങ്ക, അറ്റാക്ക് നിങ്ങളുടേതാണ്, പക്ഷെ പവേഴ്സ് രുദ്രയുടെയാണ്. അത് വെച്ച് കളിച്ചാൽ പൊള്ളും. പാണ്ഡുരംഗ, ഇപ്പൊ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ കാത്തിരുന്നത്. Hibaiska mirror shield reflecto. Hibaiska. മക്കുങ്ക, പാണ്ഡ്രങ്ക, എന്റെ പവർസ് വെച്ച് ഒരുപാട് കളിച്ചു. എന്റെ ശരിക്കുമുള്ള പവർസ് എന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. Hibaiska mirror Keijo. ഇത് സംഗതി എന്തായാലും പൊളിച്ചു. രുദ്ര, എത്രയും പെട്ടെന്ന് തട്ടി തെറിപ്പിക്കുന്ന നല്ലത്. ഇവന്മാരെ രണ്ടുപേരെയും ഈ കണ്ണാടി കൂട്ടിനകത്തിട്ട് അടയ്ക്കാൻ പാടില്ലായിരുന്നു. രംഗീല, ഇതിന് പുറത്ത് അവരെ കൊണ്ട് ഒരിക്കലും വരാൻ കഴിയില്ല. സ്വയം അവരുടെ മാജിക് യൂസ് ചെയ്താൽ പോലും അവർക്ക് അത് പൊള്ളത്തുള്ളൂ. ഇത് കണ്ണാടിയുടെ കേജ് ആണ് പാണ്ഡ്രങ്ക. അറ്റാക്ക് ചെയ്താൽ അത് നമുക്ക് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. മക്കുങ്ക, നീ എർത്തിൽ വസിക്കാൻ ലായക്കില്ലാത്തവനാണ്. അതുകൊണ്ട് ഞാനുണ്ടല്ലോ നിന്നെ എന്നേക്കുമായി സ്പേസിലോട് അയക്കാൻ പോവാ. അവിടെ രണ്ട് കൂട്ടുകാരും കൂടെ നല്ല ബോർ അടിച്ചു കളിക്കും. forever space-o. താങ്ക് യു രുദ്ര. നീ വീണ്ടും ഒരു തവണ കൂടി ഈ മങ്കി ഐലൻഡിനെ രക്ഷിച്ചിരിക്കുകയാണ്. ഹാ, പിന്നെ ഞങ്ങളുടെ ബനാന ഫെസ്റ്റിവലും. കിങ് മങ്കൂസ, പിന്നെ ക്വീൻ മങ്കീന, ഇത്രയും ഭംഗിയുള്ള ഫെസ്റ്റിവല് രുദ്ര എങ്ങനെ കൊളവാക്കാൻ അനുവദിക്കുന്നേ? Watch India's largest kids library only on Jio Hotstar. Download the app now.